ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ തുല്യ പ്രാധാന്യമാണ് ഈ ക്ലാസ്സിനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ 1 മുതലുള്ള എല്ലാ ചോദ്യവും നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ കണ്ടിരിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നേരെ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ബ്രിക്സിന്റെ ഹോണററി അഡ്വൈസറായി നിയമിതനാണ്. അപ്പോൾ ബ്രിക്സിന്റെ CCI എന്ന് പറയുന്ന ഒരു ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഹോണററി അഡ്വൈസർ ആയിട്ട് ഒരാൾ നിയമിതനായിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ഹോണററി അഡ്വൈസറായി നിയമിതനായത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സഹിൽ സേത്താണ് ഈ ഹോണററി അഡ്വൈസറായി ബ്രിക്സിൽ നിയമിതനായിരിക്കുന്നത്. 2020 മുതൽ 30 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. 2020 മുതൽ 30 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ഇദ്ദേഹം നിലവിൽ വർക്ക് ചെയ്യുന്നത് മുംബൈ കസ്റ്റംസിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടാണ്. അപ്പോൾ മുംബൈ കസ്റ്റംസിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് വർക്ക് ചെയ്യുന്ന സഹിൽ സേത്താണ് ബ്രിക്സ് രാജ്യങ്ങളുടെ ഏത് പോസ്റ്റാണ്? ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിലെ ഹോണററി അഡ്വൈസർ ആയിട്ട് നിയമിതനായിരിക്കുന്നത്. ഇനി ബ്രിക്സിനെ പറ്റി നമുക്കറിയാം. ബ്രിക്സിലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എളുപ്പമാണ്. ഏതാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഈ 5 രാജ്യങ്ങൾ ചേർന്നാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. എപ്പോഴും ചോദിക്കും താഴെ പറയുന്നവയിൽ ബ്രിക്സ് അല്ലാത്ത രാജ്യം ഏത്? PSC ചോദിക്കുന്ന ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബ്രിക്സ് അല്ലാത്ത രാജ്യം ഏത്? അപ്പോൾ ബ്രിക്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതാണ് വരേണ്ടത്? ബ്രസീൽ വരുന്നു, റഷ്യ വരുന്നു, ഇന്ത്യ വരുന്നു, ചൈന വരുന്നു, സൗത്ത് ആഫ്രിക്ക വരുന്നു. അപ്പോൾ ഇനി ബ്രിക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ചൈനയിൽ ഷാങ്ഹായ് ആണ് ബ്രിക്സിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഷാങ്ഹായ് ആണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: ബ്രിക്സിന്റെ ഹോണററി അഡ്വൈസറായി നിയമിതനായത് ആരാണ്? സഹിൽ സേത്താണ് ആയത്. ഇനി അടുത്ത ചോദ്യം: 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPL നടക്കുന്നത് എവിടെ വെച്ചാണ്? അപ്പോൾ 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ വേദി എന്ന് പറയുന്നത് UAE ആണ്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്: 2020 IPL നടക്കുന്ന സ്ഥലം എവിടെയാണ്? UAE. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ചാണ് 2020 ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം: ഷീ ലോഡ്ജ് നിലവിൽ വരുന്ന സംസ്ഥാനം. അപ്പോൾ ഏത് സംസ്ഥാനത്താണ് ഷീ ലോഡ്ജ് പദ്ധതി നിലവിൽ വരുന്നത്? അപ്പോൾ ഷീ ലോഡ്ജ് പദ്ധതി നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. അപ്പോൾ എന്താണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവിധ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ വിശ്രമത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടി അവർക്ക് രാത്രിയിൽ താമസമൊരുക്കുന്ന പദ്ധതിയാണ് ഷീ ലോഡ്ജ്. അപ്പോൾ ഷീ ലോഡ്ജ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്ക് രാത്രിയിൽ താമസവും അതുപോലെ തന്നെ സുരക്ഷയും ഒരുക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നടത്തിപ്പ് ചുമതല കുടുംബശ്രീയെ ഏൽപ്പിക്കുവാനാണ് ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിച്ചത്. അപ്പോൾ കുടുംബശ്രീ ആയിരിക്കും ഈ ഷീ ലോഡ്ജ് ഏറ്റെടുത്ത് നടത്തുന്നത്. അപ്പോൾ എന്താണ് ഷീ ലോഡ്ജ് എന്ന് പറഞ്ഞാൽ അറിയാം. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ രാത്രിയിലുള്ള താമസവും അവരുടെ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ച ജില്ല. അപ്പോൾ മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്ന ജില്ല. ആ പദ്ധതിയിൽ തന്നെ അതിന്റെ ആശയമുണ്ട്. മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ. അതായത് കോഴിക്കോട് ജില്ലയിൽ പരാതി സമർപ്പിക്കുവാൻ വേണ്ടി കളക്ടറേറ്റിൽ വരാതെ അവർക്ക് ഒരു ഫോൺ കോളിലൂടെ പരാതി സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ. ഈ COVID-19 സാഹചര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിലാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് പരാതികൾ കളക്ടറേറ്റിൽ സമർപ്പിക്കാനുള്ള സൗകര്യം, ഒരൊറ്റ ഫോൺ വിളി മതി. അതിലൂടെ പരാതികൾ സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണ് മീറ്റ് യുവർ കളക്ടർ ഓൺ കോൾ എന്നുള്ള പദ്ധതി. ഇത് ആരംഭിച്ചിരിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. അടുത്ത ചോദ്യം: 30 സെക്കൻഡുകൾ കൊണ്ട് ഫലമറിയാൻ സാധിക്കുന്ന റാപ്പിഡ് COVID-19 ടെസ്റ്റിന്റെ സൗകര്യം വികസിപ്പിക്കുന്നതിന് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം. അപ്പോൾ ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് സഹകരിക്കുകയാണ്.
റാപ്പിഡ് കോവിഡ്-19 ടെസ്റ്റിന്റെ സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുമായിട്ട് കൈകോർത്തുകൊണ്ട് ഒരു രാജ്യം മുമ്പിലോട്ട് വന്നിട്ടുണ്ട്. അത് ഏത് രാജ്യം എന്നാണ്? ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലാണ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് റാപ്പിഡ് കോവിഡ്-19 ടെസ്റ്റിന്റെ സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടി ആരുമായിട്ട്? ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത്. ഇത് 30 സെക്കൻഡ് കൊണ്ട് ഇതിൽ ഫലമറിയാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത 30 സെക്കൻഡ് കൊണ്ട് ഇത് ഫലമറിയാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേലാണ് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്നത്. അടുത്ത ചോദ്യം, 2020 ലെജൻഡ് ഓഫ് ആനിമേഷൻ അവാർഡ് ലഭിച്ചത്. അപ്പോൾ ആർക്കാണ് ലെജൻഡ് ഓഫ് ആനിമേഷൻ അവാർഡ് ലഭിച്ചത് 2020? അപ്പോൾ 2020 ലെജൻഡ് ഓഫ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അർണാബ് ചൗധരിക്കാണ്. അപ്പോൾ പ്രശസ്തനായ അർണാബ് ചൗധരിക്കാണ് ഈ 2020 ലെജൻഡ് ഓഫ് അവാർഡ് ലെജൻഡ് ഓഫ് ആനിമേഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, സോറം മെഗാ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇപ്പോൾ സോറം മെഗാ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം. 2020 ജൂലൈയിലാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇത് മിസോറാമിലാണ് സ്ഥിതി. അപ്പോൾ മിസോറാമിലാണ് സോറം മെഗാ ഫുഡ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സോറം മെഗാ ഫുഡ് പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിസോറാമിലാണ്. 2020 ജൂലൈയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഇനി അടുത്ത ചോദ്യം, ഏത് മത്സരത്തിലാണ് ഇന്ത്യയുടെ മിക്സഡ് റിലേ ടീമിന് മത്സരത്തിൽ ലഭിച്ച വെള്ളി മെഡൽ ഇപ്പോൾ അത് സ്വർണ്ണമാക്കി അവർ ഉയർത്തിയിരിക്കുന്നത്? അപ്പോൾ ഏതോ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ മിക്സഡ് റിലേ ടീം വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അത് സ്വർണ്ണമാക്കി അവർ അസോസിയേഷൻ മാറ്റിയിട്ടുണ്ട്. അത് ഏഷ്യൻ ഗെയിംസിലാണ്. ഏഷ്യൻ ഗെയിംസിൽ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലാണ്. അപ്പോൾ ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിലെ വെള്ളി മെഡലാണ് ഇപ്പോൾ ഉത്തേജക വിവാദത്തിൽ 1ാം സ്ഥാനം ലഭിച്ച ബഹ്റൈൻ്റെ ടീമിനെ അയോഗ്യരാക്കി. ബഹ്റൈൻ ടീമിലെ കെമി അഡോക്കെ എന്ന് പറയുന്ന അത്ലറ്റിക്സിനെ ഉത്തേജക മരുന്ന് വിവാദത്തിൽ അയോഗ്യയാക്കിയപ്പോൾ ആ 1ാം സ്ഥാനം ബഹ്റൈൻ ടീമിന് നഷ്ടപ്പെടുകയും 2ാം സ്ഥാനക്കാരായ വെള്ളി മെഡൽ ജേതാവായ ഇന്ത്യൻ ടീമിനെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ സ്വർണ്ണ മെഡലായി ലഭിക്കുകയും ചെയ്തു. സ്വർണ്ണ മെഡലാണ് ഇപ്പോൾ ലഭിച്ചത്. അതുപോലെ തന്നെ ഈ കെമി അഡോക്ക പങ്കെടുത്ത ഹഡിൽസിൽ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ അനു ഇപ്പോൾ 3ാം സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. 4ാം സ്ഥാനത്തുണ്ടായിരുന്ന അനു 3ാം സ്ഥാനത്തേക്ക് വന്നു. അവിടെയും ഈ കെമി അഡോക്കയുടെ മെഡൽ അയോഗ്യത നേടുകയാണ്. കെമി അഡോക്ക അയോഗ്യത നേടിയപ്പോൾ ആ മെഡൽ നഷ്ടപ്പെട്ടു. പകരം ആ 4ാം സ്ഥാനത്തുണ്ടായിരുന്ന ആൾ നേരെ 3ാം സ്ഥാനത്തേക്ക് വന്നു. 400 മീറ്റർ മിക്സഡ് റിലേയിൽ മലയാളി താരമായിട്ടുള്ള മുഹമ്മദ് അനസ് ഈ ടീമിൽ അംഗമായിരുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, ഏത് മത്സരത്തിലെ ഇന്ത്യയുടെ മിക്സഡ് റിലേ ടീമിനാണ് മത്സരത്തിൽ ലഭിച്ച വെള്ളി മെഡൽ ഇപ്പോൾ സ്വർണ്ണമായിട്ട് ഉയർത്തിയിരിക്കുന്നത്? ഏഷ്യൻ ഗെയിംസ്, ജക്കാർത്തയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് ആണ്. ഇനി അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു, ആസാദ് പട്ടാൻ ഐഡൽ പവർ പ്രോജക്റ്റിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതൊക്കെ എന്നായിരുന്നു ചോദ്യം. അപ്പോൾ ഏത് രാജ്യങ്ങളാണ് ആസാദ് പട്ടാൻ ഹൈഡൽ പവർ പ്രോജക്റ്റിൽ ഒപ്പുവെച്ചത്? പാകിസ്ഥാനും അതുപോലെ ചൈനയുമായിരുന്നു. ഇതിന്റെ ഉത്തരങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വിജയികൾക്കുമുള്ള കൺഗ്രാജുലേഷൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി ഇന്നത്തെ ചോദ്യം ഇതാണ്, പ്രോഡിയസിന്റെ സംയുക്തം ഏതൊക്കെയെന്നാണ് ചോദ്യം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു, പ്രോഡിയസിനെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ പ്രോഡിയസിന്റെ മിശ്രിതങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നമ്മൾ നാളെ മോക്ക് ടെസ്റ്റ് 6ാമത്തെ മോക്ക് ടെസ്റ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് 10 GK ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി മുതലുള്ള മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഈ ഒരാഴ്ചത്തെ ക്ലാസ്സും അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു 10 GK ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി മുതലുള്ള നമ്മുടെ ഓൺലൈൻ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ കൃത്യം 10 മണിക്കുള്ള ഈ ഓൺലൈൻ ടെസ്റ്റിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുവാൻ ശ്രമിക്കുക. താങ്ക്